തൃശൂർ KSRTCയിൽ പ്രതിഷേധ നാമജപവുമായി അയ്യപ്പന്മാർ. ശബരിമല യാത്രയ്ക്കായി റിസർവ് ചെയ്ത ബസ് വരാഞ്ഞതിൽ പ്രതിഷേധിച്ചാണ് അയ്യപ്പന്മാർ പ്രതിഷേധിച്ചത്. 2 ബസ്സുകൾക്ക് പകരം വന്നത് ഒരു ബസ്സാണ്. വിവരങ്ങളുമായി M മനോജ് ചേരുന്നുണ്ട്. മഞ്ജുഷ, ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശൂർ KSRTCയിലാണ്. ഇവിടെ വളരെയധികം ഭക്തർ ശബരിമലയിലേക്ക് പോകുവാനായിട്ട് ഇവിടെ എത്തിയിരുന്നു. 2 ബസ്സിലായിട്ടാണ് റിസർവ് ചെയ്തത്. എന്നാൽ 8:30-നും 8:45-നും പോകേണ്ട ബസ്സുകൾ ഒന്നും തന്നെ എത്തിയിരുന്നില്ല. ഇപ്പോൾ 10 മണിയായപ്പോൾ ഒരു ബസ് വിട്ടുകൊണ്ട് 2 ബസ്സിലെയും യാത്രക്കാരെ ഒന്നിൽ കുത്തി നിറച്ചുകൊണ്ട് പോകാനാണ് KSRTC അധികൃതരുടെ തീരുമാനം. അതിലാണ് ഇപ്പോൾ അയ്യപ്പന്മാരൊക്കെ തന്നെ പ്രതിഷേധിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? യഥാർത്ഥത്തിൽ 7:30-ക്ക് ബുക്ക് ചെയ്തിട്ടുള്ള ബസ്സാണ്. 7:30-ക്കും 8:30-ക്കും 8:45-നുമാണ്. ഇതിൽ ഒരു ബസ്സും വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ആ 3 ബസ്സിൽ ആൾക്കാരെയും കൂടിയിട്ട് ഒരു ബസ്സിൽ കയറി പോകാനാണ് പറയണത്. ഇപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള, അതായത് എൻ്റെ നമ്പർ 2 റിസർവേഷൻ. ഞാനവിടെ ഇരിക്കാൻ പോകുമ്പോൾ വേറൊരു റിസർവേഷനും കാണിക്കുന്നു എൻ്റെ നമ്പർ അവർ 2. അപ്പോൾ 2 ബസ്സിലെ ആൾക്കാരെ ഒരേ വണ്ടിയിൽ കയറ്റുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നമാണ്. ഇതിന് ഒരു പരിഹാരം ഇവർ പറഞ്ഞു തരണ്ടേ? ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലാണ് KSRTCയുടെ ഇൻഫർമേഷൻ മാനേജർമാർ വളരെ മോശമായ രീതിയിലാണ് ഇവിടെ എൻക്വയറിയിൽ നമ്മളോട് സംസാരിക്കുന്നത്. ഒരു ഉത്തരവാദിത്വം പോലും ഇല്ലാതെ രീതിയിലാണ് ഒരു എൻക്വയറി എന്തിനാണ് വെച്ചിരിക്കുന്നത്? പാസഞ്ചേഴ്സിന് ന്യായമായിട്ടുള്ള മറുപടികൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആ ഒരു തരത്തിലുള്ള മറുപടി പറഞ്ഞു കൊടുക്കാതെ അവരെ എത്രത്തോളം ബുദ്ധിമുട്ടിക്കാൻ പറ്റും? ഇതിൽ ഈ ബസ്സിൽ കേരളക്കാർ മാത്രമല്ല, ആന്ധ്രക്കാരുണ്ട്, കർണാടകക്കാരുണ്ട്. അവരുടെ എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. എന്തിനാണ് അയ്യപ്പന്മാരോട് ഈ ഇത്തരത്തിലുള്ള മോശമായ രീതിയിലുള്ള പെരുമാറ്റം നടന്നത്? ഞാനോ 8:45-നാണ് റിസർവേഷൻ ടൈം. 15 മിനിറ്റ് മുമ്പ് ഇവിടെ എത്താൻ പറഞ്ഞു. ഞാൻ അത്രയ്ക്കും തിരക്ക് പിടിച്ചിവിടെ അരമണിക്കൂർ മുമ്പ് എത്തിയതാണ്. ഇപ്പം സമയത്രേ ഇത്രയ്ക്ക് ടൈമായിട്ട് ഞങ്ങളെ ഇതുവരെ ഇവിടെ നിന്ന് വിടാനുള്ളൊരു എൻ്റെ സീറ്റ് 1-2. അപ്പോൾ ആ സംസാരിച്ച സാമിയുടെ സീറ്റ് 1-2. എൻ്റെ കൂടെ മകനുണ്ട് 10 വയസ്സായിട്ടുള്ളത്. എങ്ങനെയാണ് ഞങ്ങൾ 4 പേര് കൂടെ ഈ സീറ്റിലിരുന്ന് പോവാം? ഇനിയിപ്പോൾ ഞാൻ എൻ്റെ മോനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് ബോണറ്റിൻ്റെ മുകളിൽ ഇരുത്തിയിട്ട് പോകണമെന്നാണോ KSRTC പറയുന്നത്? ആണോ? അല്ല, ഞങ്ങൾ ശബരിമലയിൽ തിരക്കുണ്ട്, നമ്മൾ വരി നിൽക്കാൻ തയ്യാറായിട്ടാണ് പോകുന്നത്. പക്ഷെ ഇവിടെ എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? ഞങ്ങളെ ഓഫീസിലേക്ക് ചെല്ലാനാണ് ഡ്രൈവർ പറയുന്നത്. സാർ, ഈ കണ്ടക്ടർ അടുത്ത് ചോദിച്ചു നോക്കിയാൽ എന്താണ് ചെയ്യാനുള്ള ഉദ്ദേശം എന്ന്. നിലവിൽ 2 ബസ് ബുക്ക് ചെയ്ത ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത്. ഇത്തരത്തിൽ ജീവനക്കാർക്ക് പോലും അറിയില്ല എന്താണ് സംഭവിക്കുന്നതെന്ന്. അയ്യപ്പ ഭക്തരോട് തികച്ചും അവഗണന തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഇപ്പോൾ KSRTCയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അവർക്ക് തന്നെ വലിയ പ്രതിഷേധത്തിലാണ്. നമുക്ക് ഈ ബസ് കയറുമ്പോൾ തന്നെ കാണാൻ സാധിക്കും അയ്യപ്പന്മാർ ഒക്കെ തിങ്ങി നിറഞ്ഞുകൊണ്ട് അവർക്കൊക്കെ 8:45 വന്നൊക്കെ ഉണ്ടാ. അതിനും മുന്നേ വന്നു. അതുവരെ ഇതുവരെ വണ്ടി എത്തിയുണ്ടായില്ല. ഇത്ര നേരം വെയിറ്റ് ചെയ്തിരിക്കുന്നു. 8:45-ന്റെ ബസ്സാ. 8:45-ന്റെ ഇതുവരെ വന്നിട്ടില്ല. അല്ല, എന്നിട്ട് ഇപ്പം പറഞ്ഞു എത്ര മണിക്കൂർ എന്ന് പറയണത്. 7 മണിക്ക് വന്ന് നിൽക്കണതാ. 10 മണി. ഇത് സ്വിഫ്റ്റ് വണ്ടിയുടെ ടിക്കറ്റാണ്. ഇതിപ്പോൾ സ്വിഫ്റ്റ് ആണെന്നാണ് അവർ പറയണത്. ഈ ഇരിക്കണ 3 പേര് 18, 20 ഞങ്ങൾ 3 പേര് 18, 20. അതായത് 2 ബസ്സിലെ ആൾക്കാർ 8:30-യും 8:45 ബസ്സിലെ ആൾക്കാരാണ് ഈ ഒരു ബസ്സിൽ പോകാൻ വേണ്ടി നിൽക്കുന്നത്. ഇപ്പോൾ കണ്ടക്ടർ ഇവർ പറയണത് ഇത് സ്വിഫ്റ്റ് ആണ്, അതുപോലെ ഫാസ്റ്റ് പാസഞ്ചർ ആണെന്ന് അവർ പറയണത്. ഇപ്പോൾ നമ്മളെടുത്ത് നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് ഇത്രയും കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ എന്തെങ്കിലും കാര്യങ്ങൾ അവർ ചെയ്യണ്ടേ? 400 ടിക്കറ്റ് ഇതൊന്നും സഹിക്കാൻ പറ്റില്ല. അത് ഈ 3 ദിവസം മുടക്കല്ലേ? ഈ മുടക്കത്തിന് ധാരാളം അയ്യപ്പന്മാർ പോകാനുണ്ടാവില്ലേ? എല്ലാ സീറ്റും ഫുള്ളല്ലേ? അങ്ങനെ 2 സീറ്റിൽ 4 പേരെങ്ങനെ ഇരിക്കുക? വളരെ ബുദ്ധിമുട്ടിച്ചാണ് അയ്യപ്പന്മാരെ വളരെയധികം ബുദ്ധിമുട്ടിക്കുകയാണ് സർക്കാർ എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അവർ തന്നെ പറയുന്നുണ്ട് ഈ സ്വിഫ്റ്റ് ബസ്സിനാണ് റിസർവ് ചെയ്തത്, എന്നാൽ വന്നിട്ടുള്ളത് ഫാസ്റ്റ് പാസഞ്ചറാണ്. അതുപോലെ തന്നെ ഒരു സീറ്റിൽ 2 അയ്യപ്പന്മാർ ഇരുന്ന് പോകണമെന്നാണ് ഇപ്പോൾ ഇവിടെ നിന്നും അധികൃതർ പറയുന്നത്. അതൊന്നും തന്നെ അയ്യപ്പന്മാർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇവർ 18, 19, 20, ഞങ്ങൾ 18, 19, 20. അപ്പോൾ അവർ വേണത് എന്ത് ചെയ്യും? ഞങ്ങൾ ഒരേ സീറ്റിൽ 2 ആൾക്കാണ് പറയണത്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യാ? ഏത് സീറ്റിലിരിക്കും? പൈസ ചോദിച്ചപ്പോൾ റീഫണ്ട് ഇല്ലാന്ന്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാന്ന്. KSRTCയിൽ റീഫണ്ട് ഇല്ലാന്ന്. നമ്മൾ വേറെ എന്ത് കാര്യത്തിനും റീഫണ്ട് വെച്ച് തരുന്ന ആൾക്കാരാണ്. ഇവിടെ KSRTCയിൽ റീഫണ്ട് ഇല്ല. ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ പറഞ്ഞു വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്, ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്ര നേരമായിട്ട് വണ്ടിയുടെ ഡീസൽ അടിക്കാനില്ലേ? ഇതെന്താ ഞാൻ പറയണില്ലേ ഇതിന് കൂടുതൽ?
പറഞ്ഞ ബസ് ഇല്ല. അവരൊന്നും പറഞ്ഞിട്ടില്ല. അവര് 3 മണിക്കൂർ ലേറ്റ് ആവുമെന്ന് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ 8 മണിക്ക് വന്നിരിക്കുന്നതാ. അയ്യപ്പന്മാരുടെ പ്രതിഷേധം, 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 അയ്യപ്പന്മാരുടെ പ്രതിഷേധം, 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 അയ്യപ്പന്മാരുടെ പ്രതിഷേധം, അയ്യപ്പന്മാരുടെ പ്രതിഷേധം, KSRTC ബസ് ജീവനക്കാരെ, അയ്യപ്പന്മാർ ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ്. നമുക്ക് അറിയാൻ സാധിക്കും ഈ ഒരു സീറ്റിൽ 2 പേരിരുന്ന് പോകണമെന്നാണ് ഇപ്പോൾ ഈ KSRTC അധികൃതർ നിർദ്ദേശിക്കുന്നത്. അതിലൊക്കെ തന്നെ 7 മണി മുതൽ ഇവിടെ വന്ന് കാത്തു നിൽക്കുന്ന ഓരോരുത്തരുമുണ്ട്. ഓരോ വയസ്സായവരും അതുപോലെ തന്നെ മറ്റ് അയ്യപ്പന്മാരുമൊക്കെ ഇവിടെ എത്തിയിരുന്നു. എന്നിട്ടും ബസ്സിനെ പറ്റി ചോദിച്ചപ്പോൾ കൃത്യമായൊരു മറുപടി നൽകിയിരുന്നില്ല. വളരെയധികം ബുദ്ധിമുട്ടിൽ തന്നെയാണ്. എന്താ പറഞ്ഞത്? ചാനലുകാരുണ്ട്, നമുക്ക് കൂടാം. നമുക്ക് ഓഫീസിലൊന്ന് പോയിട്ട് സംസാരിച്ച് നോക്കാനാ. നിങ്ങൾക്ക് വരാൻ പറ്റുമോ? ഞങ്ങളുടെ കൂടെ സ്വാമിമാരൊന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ? ഞങ്ങൾക്ക് എങ്ങനെയും പോകണം. വരാൻ പറ്റുമോ? കർണാടകക്കാരുണ്ട്, അവരും കൂടി വിളിച്ചേ. ഇപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് അയ്യപ്പന്മാരെ. ഇതുമായി ബന്ധപ്പെട്ട് ബസ്സൊന്നും തന്നെ കൃത്യമായല്ല ഈ ഇവിടെ വന്നിരുന്നത്. ഇതിൽ തന്നെ അയ്യപ്പന്മാർ പറഞ്ഞിരുന്നു, അതായത് സ്വിഫ്റ്റ് ബസ്സിന് റിസർവ് ചെയ്തിട്ട് അവസാനം അവർക്ക് ലഭിച്ചത് ഒരേ ഒരു ബസ്സാണ്. 2 ബസ്സിലുള്ള യാത്രക്കാരാണ്, 2 ബസ്സിലുള്ള അയ്യപ്പന്മാരാണ് ഒരു ബസ്സിൽ തിങ്ങി നിറഞ്ഞ് പോകുന്നത്. എന്തായാലും അത്തരത്തിൽ യാത്ര ചെയ്യാൻ തയ്യാറല്ല. അതിൽ പ്രതിഷേധമാണ് അവർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. KSRTC അധികൃതരുമായി ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ ഒരു തീരുമാനമുണ്ടാകാതെ ഇവിടെ നിന്നും പോകാൻ തയ്യാറല്ല എന്നാണ് അയ്യപ്പന്മാരൊക്കെ തന്നെ വ്യക്തമാക്കിയത്. ആ ഒരു പ്രതിഷേധമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തൃശ്ശൂർ KSRTCയിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം. അയ്യപ്പന്മാരെ അവഗണിക്കുന്ന അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു സമീപനമാണ് KSRTCയും അതുപോലെ തന്നെ സർക്കാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഇപ്പോൾ KSRTC അധികൃതർ അയ്യപ്പന്മാരെ വിളിച്ചിരിക്കുകയാണ്. ആൾക്കാരിലും 1ഉം 2ഉം ഉണ്ട്. ഞങ്ങൾ എങ്ങനെയാണ് ഇരിക്കേണ്ടത്? ഒരു മാസം മുമ്പ് ബുക്ക് ചെയ്തു. ഇപ്പൊ തന്നെ സമയം ഈ പുച്ഛം കാണിക്കുന്നത് എന്തിനാണ് ഞങ്ങളെങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? ഒരു ന്യായമായിട്ട് നിങ്ങൾക്ക് കാര്യം പറഞ്ഞൂടെ? ബുദ്ധിമുട്ടിക്കേണ്ട, ഇന്നതാണ് പ്രശ്നം സംഭവിച്ചത്, അത് പറഞ്ഞൂടെ? ടൈമിന് ബുക്ക് ചെയ്തിട്ട് എന്റെ ടൈം നോക്കിയേ, അവിടെ ചെന്നിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട സമയം 3 to 5. ഈ ബസ് എത്തുന്ന സമയം 3 മണി കണ്ടിട്ടാണ് ഞാൻ ഇതിൽ റിസർവ് ചെയ്തിട്ടുള്ളത്. ഒരു വണ്ടി കിടക്കേണ്ടത് പറഞ്ഞ അഡീഷണൽ പോകാൻ ഇതുവരെ എന്താ സംഭവിച്ചത്? ഇതുവരെ രണ്ട് ബസ്സിന് ബുക്ക് ചെയ്തിട്ടുള്ള അയ്യപ്പന്മാരാണ് എന്താ പറ്റിയിട്ടുള്ളത്? ബസ്സിന് പകരം ഒരു ബസ്സിൽ എങ്ങനെയാണ് പോവാ? അതെ, അതെ, ഒരു ഡ്രൈവർ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഒരു പണി, ആ വണ്ടി എടുത്തിട്ട് ഒരു പമ്പ ഡീസൽ വിടാം. കണ്ടക്ടർ ആരാ? എട്ടരയുടെ പമ്പ കണ്ടക്ടർ ആരാണോന്ന്? അല്ല, ആരാണോന്ന്? ആ വണ്ടി ഇല്ല. അപ്പൊ ആ വണ്ടി 8:30 വണ്ടി ഇല്ലെന്ന്. 8:30 വണ്ടിയിൽ റിസർവ് ചെയ്തിട്ടുള്ള ചേട്ടനാണ്. ഒരെണ്ണത്തിലാണ് ക്ലബ് ചെയ്തേക്കുന്നത്. വിടാം 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 വിടാം. മനോജ് സാറേ, അതെ, ഞാനല്ല ഇവിടെ പോസ്റ്റ് ചെയ്ത ആളാ. അതാണ് ഞാൻ. നിങ്ങളറിയും, എന്നെ അറിയും, നിങ്ങളറിയോ? അറിയാം, നമ്മൾ തൃശ്ശൂർ. അതെ, 8:30 ബുക്ക് ചെയ്ത ആളെ വിളിച്ചിട്ട് ക്ലബ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത്. ഇപ്പൊ 8:30 വണ്ടി അഡീഷണൽ വേറെ നോക്കുന്നുണ്ടെന്ന്. അല്ല, 10 മണിയായി സാറേ. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ സാറിനോട്. ഇപ്പൊ ഇതില് കാണിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ചാലക്കുടി, പുതുക്കാട്, മൂവാറ്റുപുഴം, പെരുമ്പാവൂരൊക്കെ ഡിപ്പോകളിൽ കയറി പോകുന്നതാണ് കാണിക്കുന്നത്. ഇത്രയ്ക്ക് ലൈറ്റായി. ഇനി ആ ഡിപ്പോകളിൽ കയറിയിട്ടാണോ സാറേ പോവാ? കേറില്ല. സ്പെഷ്യലായിട്ട് ഈ ഡിപ്പോകളിൽ കയറാണ്ട് ഡയറക്റ്റ് പമ്പയാണ്.
ഇനിയിപ്പോ ഈ സീറ്റ് നമ്പറിന്റെ പ്രശ്നം എന്താണ് ചെയ്യാൻ പോകുന്നത്? ഡയറക്റ്റ് പോണതല്ല, ഈ 8:45 വണ്ടി എപ്പോ പുറപ്പെടും സാറേ? എത്ര പേരുണ്ട് ആ വണ്ടിയിൽ? ഞങ്ങൾ കുറച്ചേരം നോക്കുമ്പോഴേ 14 സീറ്റ് അതിൽ കാലിയുള്ളൂ. ഇതിലേതാ ഈ 8 ആൾക്കാർ ഇതിലൊക്കെ സീറ്റ് നമ്പർ 10, സീറ്റ് നമ്പർ 10 പ്രമോദ്. തൃശൂർ KSRTC ബസ് സ്റ്റാൻഡിൽ പ്രതിഷേധ നാമജപവുമായി എത്തിയിരിക്കുകയാണ് അയ്യപ്പന്മാർ. ശബരിമല യാത്രയ്ക്കായി റിസർവ് ചെയ്ത ബസ് എത്താത്തതിനാലാണ് പ്രതിഷേധിച്ചിരിക്കുന്നത്. 2 ബസ്സുകൾക്ക് പകരം ഒരു ബസ് വന്ന് അതിൽ യാത്ര ചെയ്യാനാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ചർച്ചയിലേക്ക് കടന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള ശ്രമം തുടരുകയാണ്. മറ്റൊരു ബസ് ഏർപ്പെടുത്താനുള്ള ശ്രമത്തിലേക്കാണ് തൃശൂർ KSRTC ബസ്സിലെ ജീവനക്കാർ ശ്രമിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു M. മനോജ്.